നമ്മൾ എത്ര പേരെ നിർത്തിയിട്ട് കാറിനകത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പൊതിച്ചോറിന് വേണ്ടി കൊണ്ടുവന്നതല്ല, ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആണെങ്കിലും ഒരുപാട് സമയമെടുത്താണ് ഇതൊക്കെ ചെയ്തത്. വൈറ്റ് പോയി സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ശ്രാവന്തിക, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോ ആണ്. ഫുഡ് നമ്മുടെ എന്താ പറയുക, വിശന്നിരിക്കുന്നവർക്ക് അല്ലേ ഫുഡ് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോ റീൽസ് ആയിട്ടാണ് ഇടാറ്. അപ്പോൾ എല്ലാവരും പറയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, അല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ ഞാനും ശ്രാവന്തികയും കൂടെയാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണപ്പൊതി, ഞങ്ങളുടെ രണ്ടാളുടെ സ്നേഹപ്പൊതികൾ അല്ലേ, സ്നേഹപ്പൊതികൾ ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക, അല്ലേ? അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അതെ അതെ, കുറച്ച് സ്ഥലം നന്ദി, ഞാനും കൂടെ വരട്ടെ ഈ വീഡിയോയിലോട്ട്. അങ്ങനെ ഇത്തവണത്തെ ഫുഡ് കൊടുക്കുന്നതിൽ ഞാനും കൂടെ ഇവിടെ നിന്ന് കൂടാം. കഴിഞ്ഞ തവണ ഇങ്ങനെ കൊടുത്തപ്പോൾ പറഞ്ഞായിരുന്നു നാട്ടിൽ വരുമ്പോൾ ഞാനും നിൻ്റെ കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പക്ഷേ ഈ തവണ നാട്ടിൽ വന്നപ്പോഴത്തേക്കും അതിനുള്ള സമയവും സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ആ ദിവസങ്ങളങ്ങ് പോയി, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞ് ഫുഡിൻ്റെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വിശന്നും ഒക്കെ, വിശപ്പിൻ്റെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കാരും. ഇപ്പോൾ നമ്മൾ ദിനം പ്രതി യാത്രയിൽ നമ്മൾ കാണുന്നതാണ് ഓരോ ആൾക്കാരെ. അവരിങ്ങനെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചുണ്ടെങ്കിലും കുറച്ച് പേർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക. നല്ല മനസ്സോടു കൂടി ഇനി ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു സമയം ശ്രാവന്തിയും ഇവിടെ ഉണ്ടായിരുന്നു. രാത്രിയിലാണെങ്കിൽ മെനക്കെട്ട് ഇരുന്ന് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരുക്കി വെച്ച് രാവിലെ എണീക്കാന്ന് പറയാൻ ഉറങ്ങിയില്ല. ഇന്നലെ ഉറങ്ങിയിരുന്നില്ല. ഇതിലേക്ക് ചെയ്തിട്ടൊക്കെ രാവിലെ തന്നെ പാചകം ചെയ്ത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവരെടുക്കുന്നുണ്ട്, അത്രമാത്രം എഫേർട്ട് എടുത്താണ് അവർ ചെയ്യുന്നത്. നല്ലൊരു കാര്യത്തിൽ ഇനി മുതൽ ഞാനും കൂടാം. എല്ലാ മാസവും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ DYFIയുടെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവരൊന്ന് വീട്ടിൽ പറയും ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന പൊതിച്ചോറിനെ പറ്റി. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് പറ്റുന്ന പോലെ. ഇതതുമായിട്ടല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. കുറച്ചൊക്കെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് ആകുന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വരും മാസങ്ങളിൽ നാട്ടിൽ വന്നിട്ടാണെങ്കിലും ഇതോടൊപ്പം കൂടാം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. ഈ അടുത്ത് ആരോടോ ചോദിച്ച പോലെ ഈ ലോകത്ത് നമുക്ക് കേൾക്കാനായിരിക്കുന്ന ഏറ്റവും സുഖമുള്ള ചോദ്യം അതാണെന്ന് ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അത് നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സുഖമുള്ള ചോദ്യം, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവർക്ക് കൊടുക്കുക കഴിയുന്നത് നല്ലൊരു കാര്യമാണ്. കുറച്ചേ ഉള്ളെങ്കിലും അവരെ ആ അവർക്കുന്ന സന്തോഷം. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരു ആഹാരത്തിന് വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓരോ സ്ഥലങ്ങളിൽ അലയുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊക്കെ 3 നേരം ആഹാരം കഴിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നുണ്ട്. ആ 3 നേരം പോലും പോയിട്ട് ഒരു നേരം അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ശ്രാവന്തിക പറഞ്ഞായിരുന്നു, ചേച്ചി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. അവിടുന്ന് അവള് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വാഴയിലാണ്. ഓക്കെ, ഇത്രയും വാഴയില കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വാഴയില നമുക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി. നമ്മൾ എല്ലായ്പ്പോഴും കൊടുക്കുമ്പോൾ വാഴയില ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ വാഴയില്ല. അപ്പോൾ വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ അവൾ അവിടുന്ന് വാഴയില നോക്കി പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നന്നായിട്ട് പാക്ക് ചെയ്ത്
കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ രാത്രി 11 മണിയാവാൻ പോകുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കല്ലേ, നമ്മളെല്ലാത്തിനും പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് 11 മണിയാവാൻ പോകുന്നുണ്ട്. അപ്പം വാഴയില, പിന്നെ ഒരു ഇതെന്ത് കൊല, പൂവൻ. ഇത് പൂവനാണ്. ഇത് പൊതിച്ചോറിന് വേണ്ടി കൊണ്ടുവന്നതല്ല, ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ചെറുതായിട്ട് ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലേ, ഇത് കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൂവൻ പഴം. അപ്പോൾ രാവിലെ പുട്ടിനൊക്കെ നല്ലതായിരിക്കും. പൂവൻ പഴം കൂട്ടി ഗോതമ്പ് പുട്ടാ. എനിക്ക് മാത്രം കഴിക്കാനാണ് ഒരു കൊല കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സൂപ്പർ. വേറൊരു കൊലയും കൂടി അവളെ അടുത്ത് തരാൻ പോയി. ഇവിടെ കഴിക്കത്തില്ല, ആരും ഇവിടെ കഴിക്കത്തില്ല. അപ്പോൾ ചോദിച്ചു ഇതുകൊണ്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അവിടെ വയ്ക്കടി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് വന്നു അല്ലേ, അവളുടെ ഒരു കാര്യം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ തന്നു. പിന്നെ ഈ ഒരു ചാക്ക് നിറയെ സാധനങ്ങള്, ഈ ഒരു വലിയ പാണ്ടൻ ചാക്ക് നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുള്ള സാധനങ്ങള് എടുക്കട്ടെ, ഓരോന്നായിട്ട് എടുക്കട്ടെ. ഒരു ചാക്ക് എനിക്ക് ആവശ്യമായിരുന്നു, ഒരു ചാക്ക് കേട്ടോ. ഒരു വലിയൊരു ചാക്കിന്റെ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അമ്മ ഇതെന്താ നിങ്ങളുടെ അവിടെ പറയുന്ന സാധനം? വാഴക്കൂമ്പ്. വാഴക്കൂമ്പ് കൊണ്ടുവന്നു. വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. വാഴക്കൂമ്പ് വൻപയറും കൂടി ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. നാളെ പൊതിച്ചോറില് വാഴക്കൂമ്പും വൻപയറും കൂടെയുള്ള തോരൻ, സ്പെഷ്യൽ തോരൻ, ശ്രാവന്തിക സ്പെഷ്യൽ. വാഴക്കൂമ്പ് വൻപയർ തോരൻ ഞാൻ കഴിച്ചിട്ടുണ്ട്, അവൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എടുക്കാൻ പറ്റൂല, വലിയ സാധനം. എന്താണെന്നറിയോ, വലിയ സാധനമാണ്. അയ്യോ അയ്യോ എൻ്റെ അമ്മേ, മുഴുത്ത സാധനം. ചേന, മുഴുത്ത ചേന. ഇതുപോലത്തെ മുഴുത്ത ചേന 1 2 3 ചേന, വലിയ ചേന ഉണ്ട്. പിന്നെ വേറെന്താ നോക്കിയോ അവിടെ, 1 ഇത്രയും മുഴുത്ത ചേനയൊക്കെ, ഇത്രയും ചേനയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നാളെ നമ്മൾ എപ്പോഴത്തെയും പോലെയല്ല, നമ്മൾ ഒരുപാട് പൊതികൾ കൊടുക്കുന്നുണ്ട്. എല്ലാ തവണത്തെയും പോലെയല്ല. കഴിഞ്ഞ തവണ അറിയാമല്ലോ, കഴിഞ്ഞ തവണത്തേന്ന് നമ്മൾ പൊതി കൊടുക്കുന്നുണ്ട്. 3 വലിയ പാണ്ടൻ ചേന. പിന്നെ അതിൻ്റെ വിത്തുകളുണ്ട് കേട്ടോ, കുറേ വിത്തുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചേന എടുത്തിട്ട് വേണം, കുറച്ച് ചേന എനിക്ക് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. കുറച്ച് ചേനകൾ നാളത്തേക്കുള്ള ചേന എടുത്തിട്ട് നമ്മൾ ചേന കൊണ്ടൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. വിത്തുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്. ഇത്രയും ഇതിൽ വിത്തുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. താങ്ക് യു ശ്രാവന്തിക. ഇത്തവണ വളരെ സ്പെഷ്യലായിട്ടാണല്ലേ അവള് വന്നത്, ഭയങ്കര ഇതായിട്ട്. അതുപോലെ ഇത് കൊടുക്കുന്ന പൊതിച്ചോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവള് പറഞ്ഞായിരുന്നു, ചേച്ചി പൊതിച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വരും. ഇന്ന് അവള് ഒരുപാട് കാര്യങ്ങളായിട്ട് ഇന്ന് 2 ദിവസം കൊണ്ട് തിരക്കിലായിരുന്നു അല്ലേ. ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു, കാർഷിക കോളേജിൽ ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ് അവൾ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വന്നത്. എനിവേ, അപ്പൊ ഇതെല്ലാം വച്ച് തയ്യാറാക്കി നല്ലൊരു കിടിലൻ പൊതിച്ചോറ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ. നല്ല വിശന്നിരിക്കുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അതെ, ആഹാരത്തിനും വലുതൊന്നുമില്ല. അതിന്റെ കൂടെ ഞങ്ങൾക്ക് വേണം ഓരോ പൊതിച്ചോറ്. അത് ആർക്കും തരൂല, നമുക്ക് മാത്രം. അതെ, അത് ഞാൻ കഴിക്കുന്നത് ഒരു 4-5 വർഷത്തെ ഒരു വലിയ ഇതുണ്ട് എൻ്റെ അമ്മയുടെ. അവൾക്ക് പൊതിച്ചോറ് കഴിക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അവൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള സാധനമാണ് പൊതിച്ചോറ്, എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊരു സ്പെഷ്യൽ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം എപ്പോഴെന്നറിയില്ല, നല്ല പുലർച്ചെ എണീറ്റാലേ നാളെ എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നമ്മളെല്ലാവർക്കും ഒന്ന് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം എന്തൊക്കെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നല്ലപോലെ ഒന്ന് പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ പൊടിയും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇതിലോട്ടാവും. അപ്പം പേപ്പർ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തു, നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിലൊന്നും പറ്റത്തുമില്ല, ചവറെല്ലാം അങ്ങനെ തന്നെ കിടക്കും. ഞാൻ അവിയലിനെല്ലാം മുറിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ 2 പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് സ്ട്രോങ് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം അവിയലിന് വെള്ളത്തിൽ മുറിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ അവിയലിന് മുറിക്കാം. അവൾ തോരന് വാഴക്കൂമ്പ് കുടപ്പനെന്ന് പറയും ഇതിന്.
ആ കൊടപ്പൻ എന്ന് പറയും. പെരുമ്പാവൂര് ഒക്കെ ആലുവാരുടെ ഒക്കെ ഭാഗം കൊടപ്പൻ. അവിടെ നിന്ന് കൊടപ്പൻ എന്ന്. ആ തൃശ്ശൂരൊക്കെ കൊടപ്പൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. അവള് അത് കൊത്തുന്നുണ്ട്, നല്ലതായിട്ട് കൊത്തി നുറുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളരിക്കയാണിത്, അവിയൽ നുറുക്കുന്നുണ്ട്. ഒന്ന് തോലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കട്ടെ. നല്ല ഫ്രഷ് പച്ചക്കറി കേട്ടാ, സ്ഥിരം വാങ്ങുന്ന ചേച്ചിയുടെ കടയിൽ നിന്നാണ് കേട്ടോ. ഓരോന്നും ഫ്രഷ് ആയിട്ടുള്ള സാധനം സ്ഥിരം അവരിവിടുന്ന വാങ്ങുന്നത് കാർഷിക കോളേജിൽ നിന്ന്. അവിടെ വരുന്ന പച്ചക്കറി എല്ലാം വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ്. ഈ കത്തി, ആ ചെറിയ കത്തി ഈ കത്തി ചെത്താൻ പറ്റുന്നില്ല, ചെത്താൻ ഇത്തിരി കട്ട് ചെയ്യാൻ സൂപ്പറാ. എനിക്ക് ഈ കത്തി വാങ്ങിയ പിന്നെ എനിക്ക് കട്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നും പിന്നെ അതുമല്ല ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും. ഞാനങ്ങ് 2 ദിവസം മുമ്പേ അങ്ങ് വിചാരിക്കും, അയ്യോ എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ ഇതാക്കണം, നല്ല സാധനം തന്നെ വാങ്ങണം, നല്ല പച്ചക്കറി തന്നെ വാങ്ങണം. മനസ്സൊക്കെ ഭയങ്കര പൂർണ്ണ തൃപ്തിയോടൊക്കെ ചെയ്യുന്ന. പിന്നെ അതിപ്പോൾ ഞാനായാലും ശ്രാവന്തികയാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. എന്ത് ചെയ്താലും തികയൂല, മതിയാവൂല. ഒരു കോംപ്രമൈസ്, നമുക്കൊരു തൃപ്തിയില്ലായ്മ. കഴിഞ്ഞ ദിവസം അതുവഴി വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളങ്ങ് കപ്പയും മത്തിപ്പീരയും എല്ലാം പടപടേന്നുണ്ടാക്കി. നല്ലൊരു കാര്യമായിട്ടൊരു അവിയൽ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അല്ലേ ഡി? പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോ എല്ലാരും കൂടെ ഇങ്ങനെ തലേദിവസം വരുന്ന രാത്രി അല്ലേ, ഒരു വൈബാണത്. കല്യാണം വന്നാലും അല്ലെങ്കിൽ ഓണം ആണെങ്കിലും എല്ലാരും കാണുമല്ലോ, വീട്ടിലെല്ലാരും കാണുമല്ലോ. അപ്പം എല്ലാരും കൂടി ഇരുന്ന് ഇതുപോലെ ഇങ്ങനെ പച്ചക്കറികളെല്ലാം നുറുക്കും തലേ ദിവസം. കാരണം ഒരുപാട് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മള് തലേ ദിവസം എല്ലാരും കൂടി ഇരുന്ന് ഉണ്ടാക്കും. നമ്മള് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മള് ഇങ്ങനെ കണ്ടിരിക്കും. നമുക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ തരും, ഉള്ളി പൊളിക്കുക, വെളുത്തുള്ളി പൊളിക്കുക. അപ്പൊ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, വേമേ എന്നാന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. കാരണം ഇവരെ അടുപ്പിക്കത്തില്ല. പിന്നെ ഈ സാധനം കഴിക്കാൻ വേണ്ടിട്ട് പോയി നിൽക്കും. ചോറ് കഴിച്ചിട്ടുണ്ടോ? ഈ വെള്ളരിക്കയുടെ ചോറ് ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് വെച്ച് നല്ല ടേസ്റ്റാന്ന് പറയും. അങ്ങനെ കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകളാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ. നമ്മളൊക്കെ അനുഭവിച്ചത് ഓർത്തതായിട്ടൊന്നും ഇനി വരുന്ന കുട്ടികൾക്കൊന്നും ഇല്ല. അവർക്കൊന്നും ഇനിയുള്ള തലമുറയ്ക്കൊന്നും അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ഫീലിംഗ് ഒന്നും കിട്ടത്തില്ല. സത്യം. പിന്നെ എന്തായാലും നമ്മൾ ഒരു സാധനം നമ്മൾ ആർക്കെങ്കിലും ഇതായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലേ, എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ആവരുത്. നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ നിൽക്കരുത്. കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന വാങ്ങി കഴിക്കുന്നവർ നമ്മളാണെന്ന് സങ്കല്പിച്ച് നോക്കിയാൽ തീരാന്നുള്ളതേ ഉള്ളൂ അല്ലേ? പക്ഷെ എല്ലാവരും ചെയ്യണമെന്നുള്ളതാണ്. എല്ലാ ആൾക്കാരും അവരെ കൊണ്ട് കഴിയുന്ന ഇതുപോലെയുള്ള ഫുഡ് സാധനങ്ങളൊക്കെ ആണെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ്. ഒത്തിരി ഒന്നും കൊടുക്കാൻ പറ്റില്ല, 1 2 അതെ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും പൊതിച്ചോറ് കൊടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ആൾക്കാരെ കാണിക്കാത്തത് അവർക്ക് ഭയങ്കര, പല ആൾക്കാരിൽ നിന്നും വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് ഇതാക്കി ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പല ആൾക്കാർക്കും ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരു പ്രചോദനമാണ്. അതെ 100 പേര് കാണുമ്പോഴത്തേക്കും ഒരാൾക്ക് തോന്നിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ 1000 പേര് കാണുമ്പോഴത്തേക്കും 10 പേർക്ക് തോന്നിയാൽ പോരെ കൊടുക്കണമെന്ന്. അപ്പൊ നോക്കി എന്തോരം ആൾക്കാരുടെ വിശപ്പാണ് അതുകൊണ്ട് മാറുന്നത് അല്ലേ? അതാണ് നമ്മുടെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഫുഡിന്. ഒരുപാട് നല്ലൊരു ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഇതായിട്ടുണ്ട്. ഈ മരിച്ചീനിയൊക്കെ ചുട്ട് തിന്നിട്ടൊക്കെ കിടന്നിട്ടുണ്ട്. സത്യം. പിന്നെ വീട്ടിലായിരുന്ന സമയത്താണെങ്കിൽ അച്ഛന് പണിയില്ലാത്ത സമയത്ത് നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ പോയി അമ്മ പോയി കടം വാങ്ങിയിട്ട് വരും മാവൊക്കെ. അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ള കാലമുണ്ട്. കഷ്ടപ്പെട്ടവർക്ക് അറിയത്തുള്ളൂ വിശപ്പിന്റെ ആളില്ലാത്ത. ആണ്. നമ്മൾ വന്നിട്ടുള്ള വഴി മറക്കാണ്ടിരുന്നാൽ തന്നെ നമ്മളെ ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നുള്ളതാണ് അല്ലേടി? തീർച്ചയായിട്ടും. വെള്ളരിക്ക കഴിഞ്ഞു കേട്ടോ, പടവലങ്ങയിലേക്ക് കിടന്നു. അങ്ങനെ നമുക്ക് എല്ലാ പച്ചക്കറികളും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അവള് ആ കൂമ്പ് പടപടയെന്ന് കഴിഞ്ഞു. വല്ലാത്ത ഫാസ്റ്റ് മോളെ ഇതൊക്കെ. ഞാനായിരുന്നെങ്കിൽ ഇത് 2 ദിവസം എടുത്തന്നെ കൂമ്പ് ചെത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ചെറുതായിട്ട് കൂമ്പ് ചെത്താൻ ഇഷ്ടക്കുറവുണ്ട്. കയ്യിൽ കളറ് മാറും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് കയ്യില് ഈ ഉപ്പില്ലേ, ആ പൊടിയുപ്പൊന്ന് തിരുമ്മിട്ട് ഇതാക്കിയാൽ പൊടിയുപ്പ് തിരുമണം. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ തിരിഞ്ഞാലും മതി, കയ്യിൽ ആ കളറ് മാറത്തില്ല. നല്ലത് പൊടിയുപ്പ. അമ്മയൊക്കെ പക്ഷെ കയ്യിൽ വെളിച്ചെണ്ണ തിരുമിയിട്ടാണ് പൊട്ടുന്ന കണ്ടിട്ടുള്ളത്. ഒരു വാഴ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഴ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് തൊട്ട് ചെയ്യുന്നതാണ്. ആദ്യം വാഴക്കൂമ്പ് എടുക്കും, അവനെ അങ്ങോട്ട് തോരനുണ്ടാക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ കറി വയ്ക്കാനൊന്നും ഒന്നുമില്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നിർത്തിക്കൊണ്ട് കായ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അതിൽ നിന്ന് കറികളുണ്ടാക്കും. ചിലപ്പോൾ കഴിക്കാനൊന്നുമില്ലെങ്കിൽ പുഴുങ്ങും. അങ്ങനെയൊക്കെ ഒരു സെക്ഷൻ അങ്ങനെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കൊല മുറിച്ച് അത് പഴുത്തും അടയുണ്ടാക്കിയും ഒക്കെ കഴിക്കും പഴം. അത് കഴിഞ്ഞിട്ട് വാഴപ്പിണ്ടി എടുക്കും. വാഴപ്പിണ്ടി വെച്ചിരുന്ന് കുറേ നാള് വാഴപ്പിണ്ടി, പുളിങ്കറി, പച്ചടി, തോരൻ, പയറിട്ടിട്ടുള്ള തോരൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. അതൊക്കെയാണ് കുട്ടിക്കാലത്തെ കറികൾ. അന്നൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ബീൻസ്, കടയിലെ പച്ചക്കറികൾ അങ്ങനത്തെ ഒന്നും വാങ്ങത്തില്ല. ഈ കൂമ്പും വാഴപ്പിണ്ടിയൊക്കെ തന്നെയാണ്. ചേമ്പ് തണ്ട്. ഇപ്പൊ അല്ലേ എല്ലാരും ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ വാങ്ങുന്നത് കടയിൽ പോയിട്ട്. അല്ലെങ്കിൽ പിന്നെ പാവയ്ക്ക, പടവലങ്ങയൊക്കെ വീട്ടിൽ നടും അല്ലേടി? അതെ അതെ, പയറ് ആണ്. അന്നൊക്കെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ടാവും. അതെ, അത്യാവശ്യം പച്ചക്കറി. അതുപോലെ ചീനിയാണെങ്കിലും എപ്പോഴും കാണും. പിന്നെ നമുക്ക് പറമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചീനിത്തോട്ടങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ 4-5 മൂടൊക്കെ കാണും. പിന്നെ പുളി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ആ പറമ്പ് മാമിക്ക് കൊടുത്തായിരുന്നു, അച്ഛൻ്റെ പെങ്ങൾക്കേ അച്ഛൻ കൊടുത്തായിരുന്നു. ആ പറമ്പിലാണ് 2 വലിയ പുളിമരമുണ്ട്. വാളംപുളി നിറയെ പുളി കായ്ക്കും. ഈ പുളി അടിക്കുമ്പോൾ സൂപ്പറാണ്. അയ്യോ, ഈ അത് നിങ്ങളെയൊക്കെ അവിടെ എന്താ പറയണെന്ന് അറിയില്ല. പക്ഷെ നമ്മളവിടെ പുളിക്ക് മറ്റേ നൊണ്ണങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അറിയോ? കേട്ടിട്ടില്ലല്ലേ? ഈ ഒരു യെല്ലോയിഷ് കളറായിട്ട് വരും പുളി ഇങ്ങനെ പൊളിക്കുമ്പോ. ആണോ? ഈ പുളി ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഒരു മധുരവും പുളിയും കൂടെ ഉള്ള. അപ്പൊ ഈ പുളി ഇങ്ങനെ അടിച്ചിടുമ്പോഴത്തേക്ക് ആ സാധനം ഉണ്ടാവുന്ന ഇത്രയും പുളി കിടക്കുന്നതിൽ തിരയും നമ്മള്. ഓരോന്നും പോയിട്ട് ചെറുതായിട്ട് പൊട്ടിച്ചു നോക്കും, ഇങ്ങനെ ഉണ്ടോന്ന്. അയ്യോ ഭയങ്കര, അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടാ. അതൊരു ഇങ്ങനെ ഒരു ഇങ്ങനെ ക്രീമി ആവാതെ. അതെ, ഇതിനേക്കാളും കുറച്ചുകൂടി യെല്ലോയിഷ്. ഈ ഒരു സാധനത്തിന് കുറച്ചുകൂടി യെല്ലോയിഷ് ആയിരിക്കും.
അത് കഴിക്കാൻ അയ്യോ സൂപ്പർ ടേസ്റ്റ് ആണ്. പിന്നെ ഈ പുളി അടിക്കുന്നതിന് മുമ്പ് നമ്മൾ പുളി മരത്തിൽ കയറിയിട്ട് പുളി പറിക്കും. അതിന് ഏറ്റവും കൂടുതൽ ബലിയാടായിട്ടുള്ളത് എൻ്റെ അനിയനാണ്. അവനെ കൊണ്ടാണ് എല്ലാ മരത്തിലും കയറ്റിപ്പിക്കുന്നത്. ഞങ്ങൾ സോപ്പിട്ട് കയറുന്നൊക്കെ പറഞ്ഞിട്ട് മരത്തിൽ കയറിക്കും. അവ ആദ്യം നല്ല അടിപൊളിയായിട്ട് മരത്തിൽ കയറും. തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒറ്റ നിരങ്ങൊക്കെ ഇവിടെ മൊത്തം ഒരേ നെഞ്ചിന്റെ ഭാഗം. ലാസ്റ്റ് അടി എത്രയോ അവന് മരത്തിൽ കയറിയെന്നും പറഞ്ഞു. സമയം 4 മണി കഴിഞ്ഞ്. ഞങ്ങൾ 11 മണിയായപ്പോൾ തുടങ്ങിയതാണ്. എല്ലാം കോഴി പോകുന്നുണ്ട്. എല്ലാം അരിഞ്ഞു ഇറക്കി. അവിയലിനും തോരനും മെഴുക്കുവരട്ടിക്കും പിന്നെന്തായിരുന്നു അവിയലിനും തോരനും മെഴുക്കുവരട്ടിക്കും എല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഇത്തവണ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഉറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ട്. എന്നാലും ഞാനും ശ്രാവന്തികയും കൂടെ എല്ലാ ഇതും ക്ലിയർ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകണമായിരുന്നു. അതൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി ചോറ് വയ്ക്കാനുള്ള പാത്രങ്ങളും കൂടെ കഴുകിയിട്ട് ഒന്ന് നമ്മൾ വെള്ളം വെച്ച് കത്തിക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് ശുദ്ധിയായിട്ടൊക്കെ വന്ന് ഇത്ര നേരം ഇരുന്ന് എല്ലാമൊക്കെ അരിഞ്ഞൊക്കെ ആകെ ടയർഡായി. അപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് ഐശ്വര്യമായിട്ട് അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് തുടങ്ങാം. അപ്പോൾ ഇന്ന് പാത്രവും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോഴത്തേക്ക് എന്തായാലും 5 മണിയാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ 4 മണി കഴിഞ്ഞു. ഇനി പോയിട്ട് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അത് പുറത്തങ്ങ് പൈപ്പും ചൂട്ടിൽ വേണം കഴുകാൻ. കാരണം വലിയ പാത്രമായതുകൊണ്ട് ഇത്തവണ എല്ലാ തവണത്തെ പോലെയല്ല, ഇത്തിരി ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഒത്തിരി നേരത്തെ പണി ഉണ്ടായിരുന്നു. 2 ആൾക്ക് നല്ലപോലെ ചെയ്യാൻ പണിയുണ്ടായിരുന്നു. കാരണം മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. പറഞ്ഞ് എല്ലാം സംസാരിച്ചു ഒക്കെ വന്നപ്പോഴത്തേക്ക് ലേറ്റായി കേട്ടോ. 5:30 മണി കഴിഞ്ഞത് 6 മണിയാവാൻ വേണ്ടി പോകുന്നു. നേരം വെളുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ചോറിന് വേണ്ടിയിട്ട് വയ്ക്കാൻ പോവുകയാണ്. അടുപ്പിലോട്ട് പാത്രം വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ വലിയ പാത്രമായതുകൊണ്ട് പുറത്തെ അടുപ്പിലാണ് വയ്ക്കുന്നത്. വെള്ളം നിറച്ചു കൊടുക്കണം. അപ്പം ഞങ്ങൾ വെള്ളം നിറയ്ക്കാൻ പോകുന്നു, ഞാൻ ശ്രാവന്തിയും കൂടെ. അരഭാഗം വെള്ളം വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ? മതിയാകും. വെള്ളം നല്ല അടിപൊളിയായിട്ട് കിടിലായിട്ട് തിളച്ച് കേട്ടോ. അപ്പോഴും നേരവും വെളുത്ത് നല്ല വെളുത്തി തിളയ്ക്കുവാണ്. അതാണ് ഈ പുറത്ത് അടുപ്പിൽ വെച്ചുള്ള കാര്യം. ഇത്രയും വലിയ പാത്രം അകത്ത് വയ്ക്കാനും പറ്റൂല. അപ്പോൾ വെള്ളം നല്ല തിളച്ചപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കയ്യിലൊക്കെ തെറിക്കും ചിലപ്പോൾ. അരി ഇങ്ങനെ ഒറ്റ ഇതിൽ കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഒരു 2-3 പാത്രമായിട്ടാണ് കേട്ടോ കഴുകിയത്. ഈ അടുപ്പിലാവുമ്പോൾ പെട്ടെന്നാവും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലൊക്കെ അരി ഇരിക്കുന്നുണ്ട്. ഈ പുറത്ത് ഈ അടുപ്പ് വാങ്ങിച്ചതിന് ശേഷം ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് ഇതുപോലെയൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഇത്തിരി കുറച്ച് ബൾക്കായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഭയങ്കര സൗകര്യമാണ്. മറ്റേ അകത്താണെങ്കിൽ വലിയ പാത്രങ്ങളും ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇതിലൊക്കെ അരി ഇരിക്കുന്നുണ്ട്. ഓക്കേ, അപ്പൊ നമ്മുടെ അരിയിടൽ പരിപാടി കഴിഞ്ഞു. നമുക്കത് ഇളക്കി കൂടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഭയങ്കര ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. മിക്കവാറും കാറ്ററിംഗ് പരിപാടി കൂടി തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. ശ്രാവന്തികയുടെ അഭിപ്രായം? എത്രയും പെട്ടെന്ന് ചെയ്യണം, സമയം വേണ്ടേ? അതെ, നീ കൂടെ ഉണ്ടെങ്കിൽ നമ്മള് പൊളിക്കും. നമുക്ക് ഒത്തുപിടിച്ച മലയും പോലും. പക്ഷെ അങ്ങനെയല്ല ഏട്ടാ, എനിക്ക് ഇങ്ങനെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
നമ്മുടെ അതുപോലെ തിരക്ക്. തന്നെ കണ്ണൻ പറയും കഴിഞ്ഞ ലീവിന് കുറച്ച് ദിവസമേ ഉള്ളൂ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് ഫുഡ് കൊടുക്കുന്ന പ്ലാൻ ചെയ്താലോ. പക്ഷെ അന്ന് നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞാൻ ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇന്നലെ ഇത് പ്രിപ്പയർ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞല്ലേ ഇനി വന്നിട്ട് എന്തായാലും ഞാനും കൂടും ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എല്ലാ ദിവസവും കൂടാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് നല്ല വെള്ളം വെട്ടി തിളച്ചിട്ടിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ തിള വരും. അപ്പം നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണ്ട. എന്നാൽ ഇവിടെ അടയ്ക്കുകയും വേണം, പുറത്തല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വയ്ക്കാം നമുക്ക്. ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. തിളച്ചൊന്ന് ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും, 1 മണിക്കൂർ കൂടി എടുക്കും എന്തായാലും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല രസമായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും ചോറിന് നല്ല തിളച്ച് വേവാനായിട്ട്. ഇനി ഈ അടുപ്പിലാണ്ട് നല്ല ഫാസ്റ്റാണ് കേട്ടോ, പെട്ടെന്നാവും. ഇപ്പോൾ ഇച്ചിരി ഇതായിട്ട് വരുന്നതുകൊണ്ട് നല്ല ഇളക്കാനൊക്കെ ഇച്ചിരി ഒരു കടുപ്പമുണ്ട്, എന്നാലും ഇതിലായിട്ട് വരുന്നുണ്ട്. നല്ല പാത്രം ഞാൻ വാങ്ങിയിട്ട് ഈ വലിയ പാത്രം ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ തവിയും വലിയ പാത്രം. ഇതിൻ്റെ മറ്റേ കുറച്ചുകൂടി താഴത്തുള്ള പാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നല്ല ഒരുപാട് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് വലിയ പാത്രങ്ങൾ എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എപ്പോഴും ഞാൻ റീൽസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമായിരുന്നു ഈ പൊതിച്ചോറുണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമെന്ന്. അപ്പം പിന്നെ ഞാൻ വ്ളോഗിലൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പം കുറച്ച് 2-3 മാസമായിട്ടാണ് വ്ളോഗിൽ ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോൾ പിന്നെ വിചാരിച്ചു വിശദമായിട്ട് തന്നെ വീഡിയോ ഇട്ട് കളയാം. എപ്പോഴും ഞാൻ റീൽസാണ് ഇടാറുള്ളത് ഇങ്ങനെ പൊതിച്ചോറ് മേക്ക് ചെയ്യുന്നത്. ഉപയോഗിച്ചേക്കുന്ന അരിയാണെങ്കിലും സുരേഖയാണ് കേട്ടോ, സുരേഖ അരിയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്, ചോറിന് ടേസ്റ്റും എല്ലാം അല്ലേ. സുരേഖയാണ് എപ്പോഴും വീട്ടിലാണെങ്കിലും കുത്തരി അല്ലെങ്കിൽ സുരേഖയാണ് മേടിക്കാറുള്ളത്. നല്ല 1 മണിക്കൂർ കിടക്കണം. നമ്മൾ ചോറ് ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിചാരിച്ച് കൂമ്പും പയറും കൂടി എടുത്ത് തോരൻ വെക്കാമെന്ന്. പെട്ടെന്ന് വേണം, കാരണം നമുക്ക് നേരത്തെ തന്നെ പൊതികൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇടുന്നത് ഭയങ്കര സ്വാദാണേ. അപ്പോൾ നന്നായിട്ട് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക്. ഇനി നമുക്ക് കറിവേപ്പില കൂടി വേണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാമേ. കണ്ടോടുകൂടിയാണ്. ഈ നമ്മുടെ കൂമ്പ് തോരനൊക്കെ കഴിക്കുമ്പോൾ ഉഴുന്ന് പരിപ്പ് അല്ലാതെയുള്ള പരിപ്പ് ഒക്കെ ഇട്ട് കടുക് താളിക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, തോരന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് വേവിക്കാതെ കുതിർത്തത് കൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ചു. നല്ല വൻപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കൂമ്പ് എന്നിട്ട് വാഴക്കൂമ്പ് കൊടക്കം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വൻപയറൊക്കെ ഇട്ടൊന്ന് കൂമ്പ് തോരൻ വയ്ക്കുമ്പം ഇതിലാണ് അടിപൊളി സ്വാദാണ്. ടേസ്റ്റില്ലാത്ത ആളുകൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ പൊതിച്ചോറിലെ മെയിൻ ഐറ്റമാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് ആവശ്യത്തിന്. ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇതുപോലെ പയറൊക്കെ കുതിർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതൊരു സമയമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമേ.
നമ്മുടെ പയർ ഏകദേശം ഒരു 3/4 വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. നല്ല ഉപ്പും എണ്ണയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് അല്ലേ ശ്രാവന്തിക? വാഴക്കൂമ്പ്. ഞാൻ നേരത്തെ ഇത് അരിയുന്ന സമയത്ത് തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ പണ്ടുള്ള കാലത്തല്ലേ ശ്രാവന്തിക വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും നമ്മുടെ പ്രത്യേകിച്ച് നാരുള്ള പദാർത്ഥങ്ങൾ. അതെ, നല്ല അതുപോലെ നല്ല നാരുള്ളതാണ് ഈ വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. അതെ 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 അതെ. ഈ അപ്പൻഡിക്സ് പോലുള്ള സാധനങ്ങളൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ 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 അതെ. വാഴക്കൂമ്പ് ഇന്നുള്ളവർക്ക് അതിനൊന്നും സമയവും ഇല്ല. ഒന്ന് നമുക്ക് ഒതുക്കി വെച്ചിട്ട് അതിനെ അടച്ചു വയ്ക്കും. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട്. നമുക്ക് ചോറ് കോരിയെടുക്കാം. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചേർക്കുന്ന പോലെ വെളുത്തുള്ളിയും ജീരകവും നാളികേരവും മഞ്ഞളും ഒക്കെ ചേർത്തിട്ടുള്ളൊരു കൂട്ടാണ്. കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒതുക്കിയെടുത്തൊരു കൂട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു കൂട്ടും കൂടെ ചേർത്തപ്പോഴത്തേക്കും ആ കൂട്ട് അതിൻ്റെ പുറത്തേക്ക് വീണപ്പോൾ തന്നെ നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനും കൂടിയാണ് വാഴക്കൂമ്പും പയറും കൂടിയിട്ടുള്ള തോരൻ. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം ശ്രാവന്തികയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവൾ ഈ വാഴക്കൂമ്പും പയറും കൂടിയിട്ടുള്ള തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മിക്കപ്പോഴും അവൾ അവിടെ ഉണ്ടാക്കാറുള്ളൊരു തോരൻ കൂടിയാണിത്. ഞാൻ പക്ഷേ ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് കുറേ നാളുകളായി കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പൊതിച്ചോറിൻ്റെ കാര്യം ഇതായപ്പോൾ തന്നെ അവൾ കൊണ്ടുവന്നതായിരുന്നു വാഴക്കൂമ്പ്. പിന്നെ ഇവിടെ നിന്ന് ആദ്യമായിട്ട് കാച്ച വാഴയുടെ ഒരു ചെറിയൊരു വാഴക്കൂമ്പും ഉണ്ടായിരുന്നു ഞാലിപ്പോവാൻ. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ റെഡിയായി. നമ്മുടെ കൂമ്പ് തോരൻ റെഡിയായി. അവിയലിനുള്ള സാധനങ്ങളൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ അവിയലിൻ്റെ കായ്കനികളെല്ലാം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു. നന്നായിട്ട് ആവി കയറിയപ്പോഴത്തേക്ക് നമ്മൾ മുളക്, തൊണ്ടൻ മുളക് എന്നാണ് ഇവിടെ പറയുന്നത്, മുളക് കീറിയത് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, തൊണ്ടൻ മുളക് എന്നൊക്കെ പറയുന്ന മുളക് നമ്മൾ ഇട്ട് കൊടുത്തു. അത് ഈ അവിയലിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അവിയലിൻ്റെ കായ്കനികൾ അരിയുമ്പോഴത്തേക്കും അത് നമുക്ക് ഏകദേശം ഒരു ഷേപ്പിലുള്ളതായിരിക്കണം, എങ്കിലാണത് കറക്റ്റായിട്ട് എല്ലാം ഒരേ വേവിൽ വെന്ത് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലാണ് നമ്മൾ അവിയലിൻ്റെ ഇതെല്ലാം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിയലിനാണെങ്കിലും നമ്മൾ അതിന് വേണ്ട കൂട്ടിന് എല്ലാം എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായ, നേന്ത്രക്കായ, വഴുതനങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, ചേന. അവിയൽ ഏകദേശം പാകപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ കൂട്ട്, അവിയലിൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ അവിയൽ ആദ്യമായിട്ടാണ്. മിക്കവാറും ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ സദ്യക്ക് വിളിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കൂട്ടാണ്.
ചേർക്കാൻ പോകുന്ന അവിയലിൽ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അവിയലിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടേ. അപ്പോൾ അവിയൽ ഒരുപാട് കിണ്ടി ഉടയ്ക്കണ്ട. കിണ്ടി ഉടച്ചു കഴിഞ്ഞാൽ അവിയലിൻ്റെ ഇത് പോകും. അല്ലേ സാവന്തിക? നമുക്കിങ്ങനെ കുഴയുന്ന അവിയലല്ല വേണ്ടത്. ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത അവിയലാണ് വേണ്ടത്. അവിയൽ ഏകദേശം അവിയൽ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ടേ. തണ്ടോടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്നങ്ങോട്ട് നല്ലതായിട്ട് തിരുമി തണ്ടോടുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതാണ് നമ്മുടെ അവിയലിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇനി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. നോക്കിയേ, കാണിച്ചു കൊടുക്കുക ശാന്തിക. നമ്മുടെ അവിയല് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാനേ. ഇച്ചിരി മതി, ഒരു നുള്ളു തൈര് മതി. ലൈറ്റായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. സാമ്പിക ഒന്ന് അടുത്തോട്ടൊന്ന് കാണിക്ക്. സെറ്റ്. ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നു. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് ക്രഷ്ഡ് വെളുത്തുള്ളി, ഇട്ടു. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ആവാതെ 2 വെളുത്തുള്ളി കിടക്കുന്നു. അല്ലല്ലോ, ഈ അടുപ്പിലാണ്ട് പെട്ടെന്ന് ക്രഷ് ചില്ലിയൊക്കെ ഉണ്ടാവും. നല്ല ബ്രൗൺ കളറായി നല്ല മണത്തിൽ വന്നിട്ടുണ്ട്. ഈ കരിയാപ്പല ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർക്കാം. കുറച്ച് തണ്ടോടുകൂടിയൊക്കെയാണ്. എനിക്ക് തണ്ടോട് ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമാണ് തണ്ടോടുകൂടി കരിവേപ്പില ഇടുമ്പോൾ. നല്ല വെളുത്തുള്ളി മൂത്ത നല്ല മണം വരുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലി കുറച്ച് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടിരിക്കട്ടെ. ചേന ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തു. കൂട്ടിട്ടുണ്ട്. ചേന ഇടാം. ചേന ഓൾറെഡി നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ച് ചിലപ്പം അത് നമുക്ക് ചില ചേനകൾ ചൊറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ചേനയിട്ട് അതിൻ്റെ ഒരു അഥവാ ഒന്ന് ചൊറിയുന്നെങ്കിലോ, അപ്പം അതുകൊണ്ട് അത് ചൊറിച്ചിലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ചൊറിയുന്ന ചേന അല്ല എന്നാൽ കൂടി നമ്മൾ ചേന നമ്മൾ അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടെടുക്കണം. എങ്കിലേ അതിനൊരു ചൊറിയാണ്ടിരിക്കുള്ളൂ.
ചേന മെഴുക്കുവരട്ടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലേ ശ്രാവന്തിക? അതെ അതെ, എനിക്ക് ചേന മെഴുക്കുവരട്ടി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ചേന എപ്പോഴും നമ്മൾ അങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേന നമ്മളെ പ്രത്യേകിച്ച് പിന്നെ ചേന മെഴുക്കുവരട്ടി ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അല്ലേ? അതെ, ചേനയ്ക്ക് ഒരു കട്ടുണ്ടല്ലോ, അതെ, അത് പോകണം. അത് നമ്മൾ തിളപ്പിച്ച് കളയണം. ഇതിട്ട് കുഴഞ്ഞു പോകാതെ വേണം ഈ ചേന മെഴുക്കുവരട്ടി എടുക്കാൻ. അടിപൊളി സ്വാദാണ് കേട്ടോ. ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം. ഇതിലോ പൊതിച്ചോറിൽ അതോടൊപ്പം തന്നെ നല്ല ഓംലേറ്റ്, ഉള്ളിയും, അതും ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടതും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് നല്ലൊരു ഓംലേറ്റും നമ്മുടെ ഈ സ്നേഹപ്പൊതിച്ചോറിലുണ്ട് കേട്ടോ. ഇത്തവണത്തെ നമ്മുടെ സ്നേഹപ്പൊതികളുടെ ചോറ് കണ്ടില്ലേ? ഒരുപാട് പൊതികൾക്കുള്ള ചോറുണ്ട്. ചോറും അതുപോലെ തന്നെ നല്ല ചേന മെഴുക്കുവരട്ടിയും അവിയലുണ്ട്, നല്ല അവിയലുണ്ട്. അതുപോലെ തന്നെ വാഴക്കൂമ്പും പയറും കൂടിയുള്ള തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ശ്രാവന്തിക്കാണെങ്കിൽ അവിടെ തകൃതിയായിട്ട് നമ്മുടെ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുട്ട പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്നേഹപ്പൊതി ഇതാണ്. ശ്രാവന്തി ഇവിടെ തകൃതിയായിട്ട് മുട്ട പൊരിക്കുകയാണ്. അവളിതേ ഭയങ്കര തകൃതിയായിട്ട് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പൊരിക്കാനുണ്ട് മുട്ട, അറിയാമല്ലോ. ഇത്തവണ സ്നേഹപ്പൊതി ഒരുപാട് കൊടുക്കുന്നുണ്ട്, കൂടുതലുണ്ട്. അപ്പം നമ്മൾ മുട്ട പൊരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പണികളുണ്ടായിരുന്നു. ഉറങ്ങിയിട്ടില്ല ഇന്നലെ അല്ലേ? ഒട്ടും ഉറങ്ങിയിട്ടില്ല, ക്ഷീണമൊന്നുമില്ല, നന്നായിട്ട്. അതെ, നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി ഫുള്ളിരുന്നാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് അരിഞ്ഞതും പറിക്കിയതും എടുത്തതും ഒക്കെ കേട്ടോ. അപ്പൊ നമ്മുടെ സ്നേഹപ്പൊതികള് ഇത്തവണത്തെ സ്നേഹപ്പൊതികൾ വിളമ്പുകയാണ് കേട്ടോ. പറയാനില്ല, ഒരുപാട് സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത് സ്നേഹപ്പൊതികൾ വിളമ്പുമ്പോഴത്തേക്ക്. സാധിക്കുമെങ്കിൽ എല്ലാവരും കൊടുക്കണം കേട്ടോ. സ്നേഹപ്പൊതികൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണപ്പൊതി മനുഷ്യന് കൊടുക്കാൻ. ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശപ്പാണ്. അപ്പം നമ്മൾ വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരം ഇത് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊരിച്ചതും കൂടി വെക്കുന്നുണ്ട്. ശ്രാവന്തിക അവിടെ തകൃതിയായിട്ട് നമ്മുടെ സ്നേഹപ്പൊതിക്ക് വേണ്ട മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവൾ കൂടാത്ത. അവളും മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് അവളും വരും, കൂടും. എന്നെയൊക്കെ അറിയാമല്ലോ, അവൾ അവിടെ നിന്നേ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഒരു സ്നേഹപ്പൊതി തയ്യാറായി. അങ്ങനെ ഇതുപോലെ എല്ലാ തിരക്കാണ്. നേരത്തെ കൊടുക്കണം. അപ്പം തന്നെ സമയം ഏകദേശമായി വരുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് അടുപ്പിക്കണം. ഏകദേശം ഇപ്പോൾ 10 മണിയോളം ആയി. നമുക്കൊരു 10-10:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. പൊതികളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട്. അപ്പം ശ്രാവന്തിക അവിടെ ഇലയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇല വൃത്തിയാക്കുന്നു, ഇല വാട്ടുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നേരത്തെ അവള് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിത് ഭക്ഷണപ്പൊടി പാക്ക് ചെയ്യുന്നു. എല്ലാം പാക്ക് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മുടെ പൊതിച്ചോറ്, നമ്മുടെ സ്നേഹപ്പൊതികൾ കേട്ടോ, പൊതിച്ചോറെന്ന് പറയാൻ പറ്റില്ല, സ്നേഹപ്പൊതികൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എപ്പോഴത്തേ പോലെയല്ല, ഒരുപാട് പൊതികളുണ്ട് കാണാം. ഞാനും സ്വാവന്തികയും കൂടെ നല്ല കഠിന പ്രയത്നിച്ച് എടുത്ത ഒരുപാട് പൊതികൾ ഇന്നുണ്ട് നമുക്ക്. ഈ പൊതികളൊക്കെ ഇനി കൊണ്ടു കൊടുക്കണം അല്ലേ സ്വാവന്തിക? അതെ. സ്നേഹപ്പൊതികൾ തയ്യാറായി. അപ്പൊ നമ്മള് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിന് ന്യൂസ് പേപ്പറൊക്കെ സീറ്റിലിടാം. സീറ്റിലിട്ടിട്ട് ചോറ് വെക്കാം. എടുത്തിട്ട് അങ്ങോട്ട് അടുക്കാം. അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സാന്തിക പൊതിച്ചോറ് കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല സേഫായിട്ട് വയ്ക്കണം. താഴോട്ട് വീഴാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചു വയ്ക്കാം. പാക്കിംഗ് ഒക്കെ നല്ല കിഡിലായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. കുറേ ടൈം ആയിട്ട് പൊതിച്ചോറുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നത്. അതിൻ്റെ പ്രത്യേക സന്തോഷം വേറെയുണ്ട്. ശ്രാവന്തിക പറന്ന് നിൽക്കുകയാണ്, പറന്ന് നിൽക്കുന്നു ശ്രാവന്തിക. പെണ്ണിന്ത്യൻ സൂപ്പർ താരമെന്ന് വീഡിയോ പിടിക്കുന്നത്. പെണ്ണിന്ത്യ ഇളക്കി മറിച്ച സൂപ്പർ താരം മക്കളെ ഒരുപാട് ആൾക്കാർ നേരത്തേക്ക് പൊതിച്ചോറ് കൊടുത്തിരുന്നപ്പോഴത്തേക്കല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരിട്ട് എന്താ പൊതിച്ചോറ് കൊടുക്കാത്തത് അല്ലേ സാന്തിക? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അതങ്ങ് തിരുത്തിയത്. ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറുകൾ ഇങ്ങനെ നേർന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റഡ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി ശകലം പോലും ഉറങ്ങിയിട്ടില്ല അല്ലേ? ഒരിത്തിരി പോലും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ 2 പേരും ഉറങ്ങിയിട്ടില്ല. ഫുള്ള് ഓണായിരുന്നു. കാരണം നമ്മൾ 2 പേരുമാണ്. ഇന്നാണ് രാവിലെയാണ് സുരേഷ് വന്നത്. നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് അല്ലേ ഉറങ്ങാണ്ടിരുന്ന, അതിൻ്റെ ഒരു ക്ഷീണമൊന്നും ഇല്ല, ഒട്ടും ഉറങ്ങിയിട്ടില്ല. വൈകുന്നേരം പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി. വളരെ ഷോർട്ട് പീരീഡിലാണ് എല്ലാം ചെയ്തത്. സാധനങ്ങളൊക്കെ വാങ്ങി വന്നു, അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അല്ലേ? അതിന്റെ ഒരു മനസ്സന്തോഷം, സത്യം അതിന്റെ ഒരു സന്തോഷം വേറെയാണ്, അടിപൊളിയാണ്. ഇനി ഇതെല്ലാവർക്കും കൊടുക്കണം അല്ലേ? എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വന്ന് കഴിക്കാൻ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം ഇല്ല,
പിന്നെ കഴിക്കാത്ത ഞങ്ങൾ ഓർത്തുമില്ല എന്നുള്ളതാണ്. ആ ഇതില് ഇടയ്ക്ക് പുലർച്ചെ സമയത്തൊക്കെ ഓരോ കട്ടൻ കാപ്പി കുടിച്ചു. പിന്നെ രാവിലെ ഓരോ ചായ. സുരേഷ് ആണെങ്കിൽ രാവിലെ വന്ന് വീടിന്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു സമയത്ത് അതിന് മുന്നേ ഒരു ചായ കൊടുത്തു. ഞങ്ങൾ ഓരോ ചായ കുടിച്ചു, അത്ര തന്നെ. ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ന്. ഈ നമ്മള് ഭക്ഷണപ്പൊതി കൊടുത്ത് കഴിഞ്ഞ് അവര് കഴിച്ച് അവരുടെ വയറിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വയറിന്ന് ഇറങ്ങി. എന്നാലും ഓരോ പൊതി ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് വന്നിട്ടൊരു കുടി പിടിക്കണം 3 ആൾക്കും. ഇതൊക്കെ ചെയ്ത് നമ്മള് ചില ആളുകൾ അറിയും ഇത് ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തിടുന്നുണ്ട് അങ്ങനെ അങ്ങനെയെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മള് ഒരുപാട് ആൾക്കാർക്ക് അത് പ്രചോദനമാവും കൊടുക്കാനായിട്ട്. പല ആൾക്കാർക്കും ഇന്നും കൊടുക്കാനൊക്കെ മടിയാണ്. ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലേ? കാരണം ഭക്ഷണത്തിന്റെ വില അറിഞ്ഞവർക്ക് അറിയാം അത് ഒരു നേരത്തെ ഭക്ഷണം എത്രമാത്രം വാല്യുബിൾ ആണ്. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഫുഡ് എത്രയോ മനുഷ്യർക്ക് കിട്ടാതിരിക്കുന്ന സാധനമാണെന്നൊക്കെ എന്താ പറയാ, വാല്യൂ അറിയുന്നവർക്ക് അറിയാം. അപ്പൊ എനിക്ക് ഇച്ചിരി അറിവായ കാലം തൊട്ട് എനിക്കുള്ള ഒരു കോൺസെപ്റ്റാണ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം. എനിക്ക് അതിനുള്ള സ്ഥിതി ഉണ്ടാവുമ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. അപ്പം കഴിയുന്നവര് 1 or 2 ഒക്കെ കൊടുക്കാൻ കഴിയുന്നവര് അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. കൊടുക്കണം. ഒരുപാട് മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ വിശന്നിരിക്കുന്നവരുണ്ട്. അവർക്ക് കൈത്താങ്ങാവണം ഒരു മനുഷ്യന്. അതെ, നമ്മൾ പറയില്ലേ, നമ്മൾ 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ 2 നേരം നമ്മൾ കഴിച്ചിട്ട് ആ 1 നേരം കഴിക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കണം. അപ്പൊ ആ 1 നേരത്തെ കാര്യം നമ്മൾ മറക്കുമെന്നാണ്. നമ്മൾ അല്ലേ, നമ്മളെ മറന്ന് ഇതാവുന്നുണ്ട്. ശ്രാവന്തിക്കും ഒരുപാട് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉള്ളതാണ്, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഈ മതി എന്ന് പറയുന്ന ഒരു കാര്യം ആഹാരത്തോട് മാത്രമല്ലേ, അതല്ലേ വിശപ്പിനോട്. നമുക്ക് ബാക്കി മനുഷ്യന് എത്ര കിട്ടിയാലും വേണം എന്നുള്ള ചിന്തയാണ്. പിന്നെ ഞാന് ഒരു കാര്യം ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എറണാകുളത്ത് എന്തോ കാര്യത്തിന് പോയപ്പോഴത്തേക്ക് ഇവളെപ്പോഴും ഭയങ്കര പരാതിയാണ്. ഇവളെ അടുത്ത് നിൽക്കുന്നില്ല, ഇവളുടെ അടുത്ത് പോകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ്. അപ്പൊ ഞങ്ങള് ഇവളെ അടുത്ത് എറണാകുളത്ത് പോയപ്പോഴ് ഒരിടത്ത് ഒരു റൂം എടുത്ത് റെന്റിന് താമസിക്കാണ്. മാസ റെന്റിന് ഒരുപാട് മാസ റെന്റിന് താമസിക്കാണ്. ഒരു ചെറിയൊരു റൂം, ഒരു കുടിസ റൂം, അതിനുള്ളിൽ ബെഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട് റൂമിനകത്ത് താമസിക്കുന്നു. അപ്പോൾ ഇവളവിടേക്ക് പോയി 2 ദിവസം നിൽക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവൾ അത്രയും ഒരു കൺസിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ പറഞ്ഞു, എടി നിനക്ക് ഒരു വീട് എങ്ങാനും നോക്കിയിട്ട്, ഒരു ചെറിയൊരു വീട് കുറഞ്ഞ വാടകയാണെങ്കിൽ എടുത്ത് നോക്കിയിട്ട് എനിക്ക് മാറിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അവളോട് ചേച്ചി, ഞാനൊരു ചെറിയൊരു വീട് ഞാൻ എടുത്തിട്ടുണ്ട്, ആലുവയിൽ ഒരു ചെറിയ വീട് എടുത്തിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ട് മാറണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ ഞങ്ങള് പ്ലാൻ ചെയ്ത് അവളെ വീട്ടിലോട്ട് മാറ്റി. ഞങ്ങളവിടെ 2-3 ദിവസം നിന്ന് അവിടെ സെറ്റിലാക്കി എല്ലാം, അല്ലേ? അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര ഒരിതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സങ്കടം തോന്നി. അത്ര മനുഷ്യര് പൊരി വെയിലത്ത്. ഇപ്പൊ സമയം അല്ലേ 1:15. എന്തോരം ക്യൂ, എന്തോരം മനുഷ്യരെന്നറിയോ. നമ്മളാകെ 47 പൊതിയെ കൊണ്ടുവന്നുള്ളു ഗൈസ്. പക്ഷേ അയ്യോ, എനിക്ക് ഇപ്പൊ ശ്രാവന്തിക പറഞ്ഞത് അവളെ തന്നെ പറയും. അവള് ഈ വീഡിയോ ഓൺ ചെയ്യുന്നതിന് മുമ്പ് പറയാണ്, അവള് നമുക്ക് തൃപ്തിപ്പെടുത്തി കൊടുക്കണം ചേച്ചി ഒരു ദിവസം, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരു ദിവസം കൊടുക്കണമെന്ന്. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ദിവസം കൊടുക്കും. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ദിവസം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മള് അങ്ങനെ ഒരു ദിവസം കൊടുക്കും, ഉറപ്പാണ്. അതിനൊരു മാറ്റവും ഇല്ല. നമ്മൾ എത്ര പേരെ നിർത്തിയിട്ട് കരയാതെ നമ്മൾ എത്ര പേരെ നിർത്തിയിട്ടാണെങ്കിലും നമ്മള് ഒരു ദിവസം നമ്മള് ഇപ്പൊ ഇത്രയും നമ്മള് 2 ആളും കൂടി കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ
കുറച്ചു പേര് കൂടിയാലോ. പിന്നെ ഇപ്പൊ കണ്ണൻ പറയുന്നുണ്ട് കണ്ണൻ വന്നിട്ട് കഴിയണോന്ന്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കൊടുക്കണം എന്നുള്ള ഇതായിട്ട് നിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഉറപ്പായിട്ട് കൊടുക്കണം. അയ്യോ ഭയങ്കരമായിട്ട് എനിക്ക് കാറിനകത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പൊതിഞ്ഞ് വീഴാണ് അകത്തേക്കൊക്കെ. നമുക്ക് ആരുടെയും മുഖത്ത് നോക്കി നോക്കാൻ പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും മുഖത്ത് ഭയങ്കര ഒരു വിഷമവും. ഒരു ഭക്ഷണത്തിന് വേണ്ടിയാണ് മനുഷ്യര് ഇങ്ങനെ ഇതായിട്ട് നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കാത്തു നിക്കുക, എവിടുന്നെങ്കിലും ഇച്ചിരി ചോറ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നിക്കുക എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ശരിക്കും സുരേഷിനൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ തള്ളി ഇങ്ങോട്ട് വണ്ടിയിലോട്ട് കയറി. ഗൈസ് ശ്രാവന്തികയും സുരേഷുമാണ്. ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്, കാരണം വളരെ കൺസിസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോ ഞാൻ വണ്ടി തന്നെ ഇരിക്കാം. അവർ രണ്ടാളും ഇറങ്ങി കൊടുക്കുന്ന ഫുഡ് വിളിക്കാനും ഒന്നും ഒരു പൊതി എടുത്തിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു പൊതി എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇവരങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. ഫുഡിന് വേണ്ടിട്ട് ഇങ്ങനെ അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അയ്യോ ശരിക്കും ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. നമുക്ക് ഒരു മനുഷ്യന്മാർക്കുള്ള ഒരു ഇതൊക്കെ ഇറങ്ങി മനുഷ്യരുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നാല് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ, നമുക്ക് വേണ്ടി ഒരു 3 പൊതി വീട്ടിൽ വെച്ചിരുന്നു ഗൈസ്, അതുകൂടി എടുക്കാറുതെന്ന്. ഞങ്ങള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, എന്നാ കൂടി ആ ഒരു 3 പൊതി കൂടെ കൊടുക്കുമ്പോൾ 3 പേർക്കും കൂടി സന്തോഷമാവുമായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ കഴിക്കാം. പക്ഷെ ഒരു ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞ എന്ത് മനുഷ്യരല്ലേ സത്യം. ഞാനിങ്ങനെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ നമ്മള് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് വീഴുന്നത് ഫുഡിന് വേണ്ടിയിട്ട്. ഭയങ്കര കേട്ടോ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന മനുഷ്യന് നിങ്ങളെ കൊണ്ട് കഴിയുന്നവര് കൊടുക്കണം കേട്ടോ, ഫുഡ് കൊടുക്കണം. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അതിപ്പോ ഒന്നുമില്ല. ഈ വന്ന മനുഷ്യരെ വന്ന് വാങ്ങിയ ആളുകളെ ഒന്നും എനിക്ക് കാണിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അവരും മനുഷ്യരാണ്, അവരെ റെസ്പെക്റ്റ് അർഹിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ആ ഒരു ആക്രാന്തം എന്ന് അതിന് പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അല്ലേ. ഭക്ഷണത്തിന് വേണ്ടി ഒരു നിസ്സഹായ അവസ്ഥയാണ് മനുഷ്യന്റെ. അതിനുള്ള എന്ത് വാക്കുകൾ പറയാനോ എന്ത് പറഞ്ഞാൽ തീരുന്നൊന്നുമില്ല അല്ലേ. ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ ഓടി ഇങ്ങനെ വണ്ടിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഞാനപ്പോ ഇങ്ങനെ ആഗ്രഹിച്ചത് എന്താ പറയുക ശ്രാവന്തിക, എന്റെ വണ്ടി നിറയെ ഫുഡായിരുന്നെങ്കിൽ. അതെ, ഞാൻ ഒറ്റ നിമിഷം എനിക്കത് അങ്ങനെ പെട്ടെന്ന് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ചേച്ചിയോട് അത് പറയാൻ തോന്നി. കാരണം നമുക്ക് ഈ നിറച്ച് ഇതിനകത്ത് ഇരിക്കാൻ പറ്റാത്തില്ലേ. ഒരു ദിവസം അങ്ങനെ കൊടുക്കും ദൈവം. അതിനുള്ള ആരോഗ്യവും അതിനുള്ള ഒരു കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഈ ഫുഡിന്റെ വീഡിയോ ഇടുന്ന സമയത്ത്, ഫുഡ് കൊടുക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സീമ എന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തരും, അത് സീമയ്ക്ക് ഫുഡായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നേരിട്ട് കൊടുക്കുക, ആരുടെ കയ്യിൽ നമ്മൾ കൊടുക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഇപ്പൊ അങ്ങനെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങളെ മനസ്സിൽ തോന്നിയില്ലേ, അവിടെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 5 പൊതിയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങിയിട്ടെങ്കിലും കൊടുക്കുക. ഒരു പൊതിച്ചോറിനൊക്കെ നമുക്ക് ചില ചേച്ചിമാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 60 രൂപ അല്ലെ 50 രൂപയ്ക്കൊക്കെ പൊതിച്ചോറ് വെച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് ഒരു 10 ചോറ് വാങ്ങിച്ചാൽ 10 പേരുടെ വിശപ്പ് മാറി എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങളുടെ പൊതി കഴിക്കുന്ന എല്ലാവരും അയ്യോ കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും. ഞങ്ങളുടെ അവിയലും അല്ലേ, ചേന മെഴുക്കുവരട്ടിയും വാഴക്കൂമ്പും പയറും കൂടിയുള്ള തോരനും നല്ല മുട്ട പൊരിച്ചതും ഒക്കെ ഉള്ളൂ. സിമ്പിളാണ്. ഞങ്ങളുടെ സ്നേഹത്തിലുണ്ടാക്കിയാണെങ്കിൽ ഞങ്ങള് കഴിക്കാൻ എടുത്ത പോലെ അവർക്കും ഞങ്ങളുടെ സ്നേഹത്താൽ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ അതിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക്
കോപ്പി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും അത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാ മനുഷ്യർക്കും ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയിൽ, അടിപൊളി വീഡിയോയിൽ കാണുന്നതായിരിക്കും. അല്ല സാധിക, ഇനി ഞങ്ങൾ ഓടിപ്പോയി 3 പേര് എന്തെങ്കിലും ഇച്ചിരി കഴിക്കട്ടെ. ബൈ ബൈ.